മച്ചന്മാരെ നമുക്കൊരു അടിപൊളി സദ്യ കഴിക്കണത് കണ്ടാലോ. ഇത് കോവക്ക തോരൻ, ഇത് സാമ്പാർ, ഇത് കാളൻ, അവിയൽ, ഇത് കിച്ചടി, ഇത് സദാ പയറുപ്പേരി, ഇത് മട്ടൻ എരിശ്ശേരി, ഇത് രസം, ഇത് പുളിയിഞ്ചി, ഇത് ശർക്കര വരട്ടി, ഇത് ചിപ്സ്, ബീറ്റ്റൂട്ട് പച്ചടി, ഇത് മോര്, ഇത് ചെറുപഴ പായസം, ഇത് പാലട പായസം. അങ്ങനെയൊക്കെ സെറ്റാക്കി ഇങ്ങനെ ടേബിളിൽ മൊത്തം ഇങ്ങനെ നിരത്തി വെച്ച് എന്ത് ഭംഗിയല്ലേ കാണാൻ. കഴിക്കാനായാലും വലിയ ടേസ്റ്റാട്ടാ. അത് വേറെ എല്ലാം സെറ്റാക്കി നമ്മൾ അടിപൊളിയായിട്ട് എല്ലാവരും ഇരുന്ന് ഓരോ ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ച് നന്നായി കഷ്ടപ്പെട്ടുകൊണ്ട് അവർ, എൻ്റെ ഉമ്മയും വൈഫിൻ്റെ അനിയത്തിയും വൈഫൊക്കെ നന്നായി കഷ്ടപ്പെട്ടുക്കണം. അത് കണ്ടാറിയില്ല എത്ര ഐറ്റാണ്. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ, കാണാൻ അടിപൊളിയല്ലേ, എന്ത് രസമാണ്. എന്തായാലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് മൊത്തം എല്ലാവരും ഒരു ഉപ്പ് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ചോറ് വിളമ്പി അതിൽ കറിയൊക്കെ ഒഴിച്ച് പപ്പടമൊക്കെ വെച്ച് സെറ്റാക്കി. അന്ന് പറയാനുള്ളത് നല്ല 2 ഐറ്റം പായസം ഉണ്ടോ. ഞാനൊരു ഗ്ലാസ് ചെറുപയർ പായസം കുടിച്ചിട്ടാണ് തുടങ്ങിയത്. പായസം കണ്ടപ്പോൾ കൺട്രോൾ പോയി, അതുകൊണ്ടാണ്, വേറൊന്നും തോന്നരുത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു, പായസവും എല്ലാം അടിപൊളിയായിരുന്നു. എന്ത് ടേസ്റ്റാണ്. എല്ലാം കൂടെ കുഴച്ച് മിക്സാക്കി അടിച്ച് പൊളിച്ച് തിന്ന് ജാതി തീറ്റ അല്ലേ. നോക്കിയേ എന്താ തീറ്റ, ഒന്നും നോക്കില്ല. അമ്മാതിരി സദ്യയായിട്ട് ആരാ തിന്നായിരിക്കല്ലേ. സൂപ്പറായിരുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര കൈപ്പുണ്യം. അവസാനം ഉണ്ടല്ലോ ആ പായസം ഒഴിച്ച് എല്ലാ ചെറുപഴങ്ങനെ വെച്ച് പപ്പടം കൂട്ടിയിട്ട് കുഴക്കലുണ്ട്. ഓ എൻ്റെ മോനെ, ഒന്നും പറയല്ല, ഒരു രക്ഷയില്ല. എന്താണോ അതങ്ങോട്ട് വായിക്ക് വെച്ചപ്പോൾ ഉണ്ടോ വേറെ ടേസ്റ്റ്, എമ്മാതിരി രസമെന്നോ. എന്തായാലും ഈ ഓണത്തിനുകളൊന്ന് കഴിച്ചു നോക്കി, എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കി. അടിപൊളിയായിരുന്നു, സൂപ്പർ.